പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിൻ്റെ യശസ്സ് വാനോളം ഉയർത്തുന്ന തൃശ്ശൂർ പൂരം തേക്കിൻകാട് മൈതാനത്ത് ഇന്ന് ആഘോഷത്തിൻ്റെ കടലിൻ്റെ ഓളം എത്തുകയാണ്, കടലല എത്തുകയാണ്. ആനകൾ 100 ആനകളാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. പ്രത്യേകിച്ച് രാമൻ എന്ന ഗജകേസരി, അതിൻ്റെ കൊമ്പും അതിൻ്റെ നെറ്റിയും ആന ലക്ഷണമൊക്കെ നിങ്ങൾക്കറിയാം. അതിൻ്റെ ചെവിയും അതിൻ്റെ വാലും അതിൻ്റെ ഉടലും എല്ലാം കൂടെ ചേർത്തെടുത്താൽ ഗജകേസരി തന്നെ. അതിൻ്റെ ഉടമസ്ഥന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇനിയും കുടമാറ്റം നമുക്ക് കാണാം. പാറമേക്കാവും തിരുവമ്പാടി ക്ഷേത്രവും ഇപ്രാവശ്യം 1 മണിക്കൂർ കൊണ്ട് കുട മാക്സിമം മാറിക്കണമെന്നാണ്. അല്ലാതെ അനിശ്ചിതത്വം നിൽക്കാനൊക്കില്ല. 1 മണിക്കൂറുള്ളൂ കുടമാറ്റം. അത് വൈകിട്ട് 5-നാണ്. വെളുപ്പാങ്കാലത്താണ് പൂരം. അതായത് വെടിക്കെട്ട് മത്സരം എന്നൊക്കെ പറയാം. പക്ഷേ വെളുപ്പാങ്കാലത്ത് വരെ കാത്തിരിക്കണം. എന്തായാലും ഇന്ന് ഉറങ്ങുന്നില്ല. നമുക്ക് ടി വി ഇരുന്ന് കാണാൻ ഇന്ന് നോക്കുന്നുള്ളൂ. പല പ്രാവശ്യം പോയി കണ്ടിട്ടുള്ളതാണ് നേരിട്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തൃശ്ശൂർക്കാരോട് മാത്രമായിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ കുറച്ചുകൂടെയൊക്കെ സംസാരിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ, പിന്നീട് വന്ന് പാലക്കാട്, ഇടുക്കി, പാലക്കാട്, ഓക്കെ എങ്ങനെ ആയിക്കോട്ടെ, എറണാകുളം, വടക്ക് സുൽത്താൻ ബത്തേരി, വയനാട്, ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇന്ന് ടി വിയിലൂടെയും നേരിട്ട് വന്ന എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇന്ന് കോഴിക്കോട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് അവിടെ കണ്ടിട്ടേ വരത്തുള്ളൂ, നാളത്തെ എത്തത്തുള്ളൂ. അപ്പം ഏറ്റവും സന്തോഷത്തോടെ ഈ തൃശ്ശൂർ പൂരം കാണാനുള്ളൊരവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നാനാ ദേശത്തു നിന്നുള്ള ആളുകൾ, പ്രത്യേകിച്ച് വിദേശികൾ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലെങ്കിലും തൃശ്ശൂർ പൂരം കണ്ടില്ല എന്നൊരു വിഷമം മനസ്സിൽ വരരുത്. കുട്ടികളെ കണ്ടൊക്കെ വിളിച്ചുകൊണ്ട് പോവുക. ഇച്ചിരി പൊടി അടിക്കട്ടെ, ഇച്ചിരി വെയിലടിക്കട്ടെ, ഇച്ചിരി കാറ്റ് കൊള്ളട്ടെ, കണ്ണ് നിറച്ചാനകളെ കണ്ട് മനസ്സ് നിറയട്ടെ. എല്ലാവർക്കും തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും നല്ല ഒരാശംസ പറയുന്നു. വടക്കും നാഥ എന്നൊരു പാട്ട് പാടിക്കൊണ്ട് ഒന്ന് മൂളിപ്പാട്ടും പാടി ആനകളുടെ ഇടയ്ക്കൂടെ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ദൂരം ഇന്നല്പം കൂടുതലായതുകൊണ്ടും വരുന്ന ദിവസങ്ങളിൽ മറ്റൊരു സ്ഥലത്ത് എമർജൻസി ആയിട്ട് പോകണമെന്നുകൊണ്ടും നിർത്തുന്നു. ജോൺസൺ കരൂർ തൃശ്ശൂർ പൂരത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും ആർജിച്ചെടുക്കാൻ നിങ്ങളുടെ കണ്ണുകൾക്ക്, കാതുകൾക്ക്, നമ്മുടെ നർമ്മബോധമുള്ള മനസ്സിന്, ചിന്താശക്തിയുള്ള മനസ്സിന് സാധിക്കട്ടെ.